സന്തോഷകരമായ ഒരു കാര്യം ഇതിൻ്റെ ഇടയിലും ഈ തിരുവനന്തപുരത്ത് എനിക്ക് കാണാൻ സാധിച്ചു. അതേ, ഇവിടെ ഏതാ പച്ചക്കറി തങ്ങൾ ഉപ്പാപ്പാടെ പേരിലൊരു മഖാമുണ്ട് എന്നറിഞ്ഞു. എന്തേ പച്ചക്കറി തങ്ങൾ ഇത് വന്നത് എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഈ തിരുവനന്തപുരത്ത് ആ മഹലിൽ ആ ജാറത്തിൻ്റെ സമീപത്ത് ഒരു പ്രത്യേകമായ നോട്ടീസ് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അവിടെ സിയാറത്ത് എന്തിനാണെന്ന് കൃത്യമായി തന്നെ എഴുതി വച്ചിരിക്കുന്നു. സിയാറത്തിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മര്യാദകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഖബർ സിയാറത്തിന്റെ മര്യാദകൾ: 1, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വെരി ഗുഡ്. 2, അള്ളാഹുവിനോട് മാത്രം ആവലാദികളും ആവശ്യങ്ങളും തേടുക. അതാണോ അവിടെ നടക്കുന്നത്? തീർന്നില്ല, നമ്മൾ 100 മാർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 3ാമത്തെ നിയമം കേട്ടോ, മര്യാദകളാ പറയുന്നത്. ഖബറാളികൾക്ക് വേണ്ടി നാം ദുആ ചെയ്യുക, അവരോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാതിരിക്കുക. നമ്പർ 4, ഖബറാളികളോട് ആവശ്യങ്ങൾ തേടുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വൻ പാപമാണ്, ശിർക്ക് എന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 5ാമത്, ഖബർ സിയാറത്ത് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് നാം ഖബറിലാകുമ്പോൾ ഉള്ള അവസ്ഥയെ സംബന്ധിച്ച ചിന്തയ്ക്ക് വേണ്ടിയാണ്. 6ാമത് കൊടുക്കുന്നു, ഔലിയാക്കളോടുള്ള ബഹുമാനം ആരാധനയായി മാറരുത്. 7ാമത് കൊടുക്കുന്നു, മരണത്തെ സംബന്ധിച്ച ഓർമ്മയിലൂടെ നമ്മുടെ ജീവിതം നല്ല രീതിയിലാക്കാൻ ഖബർ സിയാറത്ത് കൊണ്ട് ഉപകരിക്കണം. 8ാമത്തത്, ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. 9ാമത്തത്, ആരാധനാ ഭാഗമെന്ന നിലയിൽ മെഴുകുതിരി, തിരി എന്നിവ കത്തിച്ചു വയ്ക്കാൻ പാടില്ലാത്തതാകുന്നു. 10ാമത്തതും അവസാനത്തതുമായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഭയവും മരണ ഓർമ്മയും കൊണ്ട് നല്ല രീതിയിൽ ദീനീ ജീവിതം നയിക്കുവാൻ സിയാറത്ത് കാരണമാകണം. ഇതിവിടുത്തെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ പച്ചക്കറിപ്പാപ്പാന്റെ അവിടെ കൊണ്ടുപോയി തൂക്കിയ ബോർഡല്ല. ആരാ ഇത് എഴുതിയത്? ഇതിൻ്റെ അടിയിൽ നോക്കൂ. അള്ളാഹു നമുക്ക് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്ന് മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്ത്. മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്തിലെ ഇത് എഴുതിയത് ആരാണെങ്കിലും വെരി ഗുഡ്, സബാഷ് സബാഷ്. നിങ്ങളോട് നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ട്, നിങ്ങൾ മുന്നിൽ നടന്നോ, ഇതാ ഞങ്ങൾ പറയുന്നത്. അതല്ലാതെ ഖബറിനെ സമീപിക്കരുതെന്നോ, ഖബറിങ്കൽ പോകരുതെന്നോ, സിയാറത്ത് പാടില്ലെന്നോ ഇവിടെ മുജാഹിദുകൾ ഒരു കാലത്തും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ എഴുതി വെച്ചിട്ടുള്ള ഈ പോസ്റ്റർ പ്രകാരമാണോ ആ പള്ളിയിൽ നടക്കുന്നത്, ഭീമാ പള്ളിയിൽ നടക്കുന്നത്, വിഴിഞ്ഞത്ത് നടക്കുന്നത്, പലയിടങ്ങളിലും നടക്കുന്നത് എന്താണ്? നിങ്ങളൊന്ന് മാന്യമായി ചിന്തിക്കണേ.